ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് വിശപ്പും ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് രാഗിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ രാഗി പൊടിക്ക് പകരമായിട്ട് രാഗി പൊടിക്കാത്ത രാഗി ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതും 1 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്താലും മതിയാവും. എന്നിട്ട് അരിപ്പയിലിട്ടിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലും അതേപോലെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ്, വളരെ കുറച്ച് തന്നെ മതിയാവും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർത്തിട്ടും ചെയ്തെടുക്കാം. ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ട് നന്നായിട്ട് തന്നെ കുറുക്കി കിട്ടണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ സെറ്റായിട്ട് പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടാനും നന്നായിരിക്കും. ഇനി ഇത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് സെറ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തേങ്ങയുടെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയൊരു അരിപ്പയിലിട്ടിട്ട് ഇത് അരിച്ച് മാറ്റാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ, ഒരുപാട് ലൂസായിട്ട് പോകരുത്. പിന്നെ തേങ്ങാപ്പാലിന് പകരമായിട്ട് പാലിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ പാലിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെയാവും. രാഗിയും തേങ്ങാപ്പാലും ആണല്ലോ കൂടുതൽ കോമ്പിനേഷൻ. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനും നല്ലതും ഇതുതന്നെയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിക്ക് പകരം ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ രാഗി വേവിച്ചെടുക്കുന്ന സമയത്തും ശർക്കരപ്പൊടി കയ്യിലില്ലെങ്കിൽ ശർക്കര മെൽറ്റാക്കിയിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രാഗി പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് ഇതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 2 മണിക്കൂർ ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതിയാവും. താഴെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രാഗിയുടെ പീസ് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതൊരു കാസർഗോഡൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.